ഇന്ന് അബുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അബുവിന് ജന്മദിന ആശംസകൾ. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച്. ജന്മദിനമല്ലേ, അത് മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു പാത്രം അടുപ്പ് വെച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വാർത്തെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതൊരു നല്ലൊരു കളറാകുമ്പോൾ നമുക്ക് നിർത്താം. പരിപ്പ് ഒരുമാതിരി നമ്മുടെ മൂപ്പ് വരുവായി. നമുക്ക് ഇനി ഇവനെ കഴുകി കുക്കറായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശർക്കര പാനിയാക്കാൻ പറ്റും. നമ്മുടെ പരിപ്പേ കുക്കറെ അടിച്ചെടുക്കുക. 3 അടി അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. നല്ല ചട്ടി എടുപ്പ് വെച്ച് പായസം വെക്കാനായിട്ട് ഒരു ശകലം നെയ്യ് ഒഴിച്ചു. പരിപ്പിടുവാണ്. ഇത് മതിയാണ്. കൂടുതലുണ്ടല്ലോ. നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. മാത്രേകട്ടെ. ശർക്കര കളയാനൊക്കെ പായസം കുറി വന്നിട്ടുണ്ട്. നമുക്ക് 2ാം പാൽ ഒഴിക്കാം. 2ാം പാൽ ഒഴിക്കാം. ഏലക്ക, നല്ല ജീരകം, ചുക്ക് പൊടിച്ചത് എല്ലാം കൂടെ നമ്മൾ ഇടുക. തേങ്ങ വറക്കുവാണ് നെയ്ക്കകത്ത്. പോയി ഇനി ഒരുമിച്ച് എല്ലാം ഓരോ സാധനം പായസം റെഡിയായി. പരിപ്പ് പായസം. അപ്പോൾ കൂട്ടുകാരും എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ.